പണ്ട് കാലത്തൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം എത്ര സുന്ദരമാണ്. ബൂത്ത് കമ്മിറ്റി, പിന്നെ വാർഡ് കമ്മിറ്റി, മണ്ഡലം കമ്മിറ്റി, പഞ്ചായത്ത് കമ്മിറ്റി, താലൂക്ക് കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, KPCC അല്ലെങ്കിൽ AICC, പിന്നെ ഇങ്ങനെ 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 പ്രവർത്തനം നല്ല സുഖമാണ്. അപ്പോൾ സ്ഥാനാർത്ഥി ആരാണ് തീരുമാനിക്കുക, സ്ഥാനാർത്ഥി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പണ്ട് ഇപ്പോൾ ഒരു നമ്മുടെ K. സുധാകരൻ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് ജനറൽ ഒരിക്കൽ ചിറയൻകീഴ് മണ്ഡലത്തിൽ മത്സരിച്ചു. അദ്ദേഹം CPMൻ്റെ സ്ഥാനാർത്ഥിയായിട്ട്, അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്നു, CPM സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. അപ്പോൾ അദ്ദേഹം ഈ കോടതിയിൽ കോട്ടും പാൻറ്റും ഒക്കെ ഇട്ടുകൊണ്ടല്ലേ പോകുന്നത്. അങ്ങനെ അദ്ദേഹം പാൻറ്റും ഇട്ടുകൊണ്ടാണ് ഒരു സ്ഥലത്തൊരു പഞ്ചായത്തിൽ വന്ന് പരിപാടിക്ക് ഇറങ്ങിയപ്പോൾ അയ്യോ സഹാക്കളെല്ലാം പറഞ്ഞു അങ്ങനെ പറ്റത്തില്ല, പാൻറ്റ് ഇട്ടുകൊണ്ട് ഇങ്ങനെ ആളുകളെടുത്ത് വോട്ട് ചെയ്യാൻ പോയാൽ വോട്ടൊന്നും കിട്ടത്തില്ല, ലാളിത്യത്തിൻ്റെ സിമ്പലാണ് മുണ്ട്, അതുകൊണ്ട് മുണ്ട് എടുത്തുകൊണ്ട് തന്നെ പോകണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒരു വീട്ടിൽ കയറ്റി മുണ്ടാക്കി കൊണ്ടുപോയി, മുണ്ടൊക്കെ ഉടുത്ത് കൊണ്ടുപോയി. പക്ഷേ അദ്ദേഹം ഈ കൊണ്ടുപോകുന്ന പ്രവർത്തകരാരാണ് എന്ന് മനസ്സിലാക്കാൻ പോയാതെ തന്നെ ഒരിടത്ത് ചെന്ന് കടക്കാരോടോ അല്ലെങ്കിൽ വീട്ടുകാരോട് വോട്ട് ചോദിക്കുമ്പോൾ തിരിഞ്ഞു നിന്ന് കൊണ്ടുപോയ പ്രവർത്തകരോട് വോട്ട് ചോദിക്കും. അങ്ങനെ നല്ല രസകരമാണ് പഴയ കാലത്ത്. പക്ഷേ അതെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ വളരെ വലിയ തോതിലാണ് കാലം മാറിയത്. കാലം മാറിയപ്പോൾ ഹർഷ രമേഷ് കനാദം എന്ന് പറയുന്ന ഒരു ഭീകര ജീവി എന്ന് നമുക്ക് പറയാം. കാരണം ഈ ഹർഷ രമേഷ് കനാദത്തിനെ ആരും കണ്ടിട്ടില്ല. അദ്ദേഹമാകുന്ന ഒരു ഭീകര ജീവിയാണ് KPCC ഇനി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഞാൻ ഭീകര ജീവി എന്നൊരു തമാശയ്ക്ക് പറഞ്ഞതാണ്. കർണാടകത്തിലെ മുൻ സ്പീക്കറും ആരോഗ്യവകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്ന RK രമേഷിൻ്റെ മകനാണ് ഈ വ്യവസായി കൂടിയായിട്ടുള്ള ഈ വാർ റൂമിൻ്റെ ചുമതലയുള്ള ചെയർമാനായി ചുമതലയെടുത്തിരിക്കുന്ന ഞാൻ പറഞ്ഞ കനാദം. ഇദ്ദേഹം ചുമതല എടുക്കുമ്പോൾ തൊട്ട് മുമ്പ് വരെ M. ലിജു, ആലപ്പുഴയിൽ നിന്നുള്ള സൗമ്യനായ കോൺഗ്രസ് നേതാവ് M. ലിജു ആയിരുന്നു വാർ റൂമിൻ്റെ ചെയർമാൻ. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള മണക്കാട് സുരേഷാണ് KPCC വാർ റൂമിൻ്റെ ചുമതലയുണ്ടായിരുന്ന കൺവീനർ. അവരെ രണ്ടുപേരെ മാറ്റിയിട്ടാണ് നമ്മുടെ പുതിയ ഹർഷ രമേഷ് കനാദം വന്നിരിക്കുന്നത്. ഈ വാർ റൂമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, തിരഞ്ഞെടുപ്പ് അടുത്തു കഴിഞ്ഞാൽ ആരൊക്കെ സ്ഥാനാർത്ഥിയാകണം, എന്തൊക്കെയാണ് നാട്ടിൽ ചെയ്യേണ്ടത്, അവരുടെ PR വർക്ക്, MLA മാരാകുന്നതാർ, പഞ്ചായത്ത് പ്രസിഡന്റുകാർ, ഇതെങ്ങനെ കോർപ്പറേഷൻ ചെയർമാൻമാർ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, മേയർ ആര്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിക്കുന്ന PR വർക്ക് കംപ്ലീറ്റ് ചെയ്തു കൊടുക്കുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യലാണ് വാർ റൂമിൻ്റെ ജോലി. കനഗേലു എന്ന് പറയുന്ന ഇന്ത്യയിലെ വലിയ PR വർക്ക് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളിൽ വാർ റൂമിൻ്റെയൊക്കെ ചുമതല ഉണ്ടായിരുന്ന കനഗേലു ഉണ്ട്. വളരെ പ്രൊഫഷണലാണ്. അവർ വലിയ കാശൊക്കെ മേടിക്കും, പക്ഷേ അവർ നിയന്ത്രിക്കും വാർ റൂമിനെ. അവളുടെ ഗുണം എന്തെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ പോസ്റ്റ് ചെയ്യണം, എന്ത് പറയണം, ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ ഇന്നിപ്പോൾ രാത്രി ഒരു വിഷയമുണ്ടായി, ഇവിടെ ഒരു അപകടമുണ്ടായി, അല്ലെങ്കിൽ NSSൻ്റെ ഒരു പ്രശ്നമുണ്ടായി, അല്ലെങ്കിൽ ശബരിമല വിഷയമുണ്ടായി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയമുണ്ടായാൽ ഓരോ നേതാക്കളും എങ്ങനെ പ്രതികരിക്കണം, എന്ത് പ്രതികരിക്കണം, എത്ര വാക്കുകൾ ഉപയോഗിക്കണം, അത് ഏത് മീഡിയയിലാണ് കൊടുക്കേണ്ടത്, ഫേസ്ബുക്കിൽ കൊടുക്കേണ്ടത് ഏത്, ഇൻസ്റ്റഗ്രാമിൽ കൊടുക്കേണ്ടത് ഏത്, അതിൽ റീച്ച് ഉണ്ടാക്കുന്നത് എങ്ങനെ, അതുപോലെ തന്നെ പിന്നെ വാട്സപ്പ് വഴി കടത്തിവിടേണ്ടത് എങ്ങനെ, പത്രത്തിൽ പറയേണ്ട പ്രസ്താവന എങ്ങനെ, ഇങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളും പ്ലാൻഡായിട്ടായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. വലിയ നേതാക്കൾ പോകുമ്പോൾ ആരെ കാണണം, എവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം, ഏത് ടൈപ്പ് വസ്ത്രം ധരിക്കണം, ഏത് വാഹനത്തിൽ സഞ്ചരിക്കണം, ഇങ്ങനെ മുഴുവൻ കാര്യങ്ങളും ഇമേജ് ബിൽഡ് ചെയ്തുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് ഈ നേതാക്കളെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതൊരു നല്ല പ്രൊഫഷണലായിട്ടുള്ള രംഗമാണ്, നേരത്തെ ഉള്ളതുപോലെ അല്ല. അപ്പോൾ ഇതിനാണ് വാർ റൂമിൽ ഇപ്പോൾ തുടങ്ങിയിട്ടിരിക്കുന്നത്. വാർ റൂമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അത് സ്ട്രോങ് റൂമാണ്, ലോക്കർ പോലെയാണ്. അകത്തോട്ട് കയറണമെങ്കിൽ ബയോമെട്രിക് പഞ്ചിങ് നടത്തണം, പുറത്തിറങ്ങുമ്പോൾ പഞ്ച് ചെയ്തിട്ട് പോകണം, അതിൻ്റെ ടൈമൊക്കെ സെറ്റ് ചെയ്യും. അതുപോലെ തന്നെ അകത്ത് കയറുമ്പോൾ കൊടുക്കുന്ന ലാപ്ടോപ്പുകളാണ് പ്രവർത്തിക്കുന്നത്. ആ ലാപ്ടോപ്പുകൾ അവിടെ കൊടുത്തിട്ട് പോകണം. എല്ലാ ദിവസവും അതിൻ്റെ പാസ്വേഡൊക്കെ മാറ്റും. ഒരു പെൻഡ്രൈവ് പോലും പുറത്ത് കൊണ്ടുപോകാൻ പറ്റില്ല, വെളിയിൽ നിന്നുള്ള പെൻഡ്രൈവ് അകത്ത് കൊണ്ടുവരാൻ പറ്റില്ല. മൊബൈൽ ഫോൺ അകത്ത് കയറിയാൽ മൊബൈൽ ഫോൺ ജാമാവും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും വളരെ ടൈറ്റ് സെക്യൂരിറ്റി കൊണ്ടാണ് വാർ റൂമിൽ പ്രവർത്തിക്കുന്നത്. വാർ റൂം പറയും, നേതാക്കൾ കേൾക്കും. നേതാക്കൾക്ക് എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ പോകണം എന്നുള്ളത് ഇനി വാർ റൂമായിരിക്കും തീരുമാനിക്കുന്നത്. അതുകൊണ്ട് KPCCയിലെ വാർ റൂം തുറന്നു കഴിഞ്ഞു. AICCയെ കാണാൻ, ഡൽഹിയിൽ നേതാക്കളെ കാണാൻ ഈ പുതിയ ചെയർമാൻ പോയിട്ടുണ്ട്. അദ്ദേഹം പോയി വന്നാൽ ഉടൻ തന്നെ ഇവിടെ ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്താൽ പിന്നെ ജഗപുക അവർ തീരുമാനിക്കും, എവർ നടപ്പിലാക്കും.